ഓം ഭൂർഭുവ സ്വത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ലങ്കയുടെ ആകാശം അന്ന് ചുവന്ന നിറത്തിലായിരുന്നു. രാമന്റെ വാനരപ്പട കോട്ടവാതിലുകൾ തകർക്കാൻ പാഞ്ഞടുക്കുകയാണ്. എന്നാൽ കൊട്ടാരത്തിന്റെ ഏറ്റവും അടിത്തട്ടിലെ ഇരുണ്ട അറയിൽ കണ്ണുകൾ അടച്ച് ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അസുരഗുരു ശുക്രൻ. അദ്ദേഹത്തിന്റെ ചുണ്ടുകളിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും ഭയങ്കരമായ രഹസ്യമന്ത്രം ചലിച്ചുകൊണ്ടിരുന്നു. മൃതസഞ്ജീവനി. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ യുഗങ്ങൾക്ക് പിന്നിലേക്ക് സഞ്ചരിച്ചു. ദേവന്മാരുമായുള്ള യുദ്ധങ്ങളിൽ അസുരന്മാരെ നിരന്തരം പുനർജീവിപ്പിച്ചിരുന്ന ശുക്രനെ തടയാൻ ക്രോധത്തോടെ പാഞ്ഞെടുത്ത പരമശിവൻ അദ്ദേഹത്തെ വിഴുങ്ങിയ ആ കറുത്ത രാത്രിയിലേക്ക്. മരണത്തിന്റെ ശൂന്യതയിലേക്കാണ് താൻ വീഴുന്നതെന്ന് ശുക്രൻ കരുതി. എന്നാൽ കണ്ണുകൾ തുറന്ന അദ്ദേഹം ഭയപ്പെട്ടുപോയി. പരമശിവന്റെ ശരീരത്തിനകത്ത് അദ്ദേഹം കണ്ടത് കോടിക്കണക്കിന് പ്രപഞ്ചങ്ങൾ ഒന്നിച്ച് കറങ്ങുന്ന വിസ്മയ കാഴ്ചയായിരുന്നു. നക്ഷത്രക്കൂട്ടങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്ന ആകാശഗംഗകളും ജനിക്കാനിരിക്കുന്ന യുഗങ്ങളും അയാൾക്ക് ചുറ്റും തെളിഞ്ഞുകൊണ്ടിരുന്നു. കാലം അവിടെ നിശ്ചലമായിരുന്നു. ഭൂമിയിലെ 1000 വർഷങ്ങൾ അവിടെ ഒറ്റ നിമിഷം മാത്രമായിരുന്നു. ഈ അത്ഭുത തടവറയിൽ വെച്ചാണ് ശുക്രൻ ആ സത്യം തിരിച്ചറിഞ്ഞത്. മരണമെന്നത് ഒരു അവസാനമല്ല, വെറുമൊരു നിഴൽ മാറ്റം മാത്രമാണ്. ഒടുവിൽ പരമശിവന്റെ ശരീരത്തിൽ നിന്നും പുറത്തു വരുമ്പോൾ അദ്ദേഹം വെറുമൊരു സന്യാസിയായിരുന്നില്ല, കാലത്തെയും പ്രകൃതിയെയും തോൽപ്പിച്ച മഹാജ്ഞാനിയായിരുന്നു. പുറത്ത് യുദ്ധകാഹളം മുഴങ്ങുന്നു. ലങ്ക തകരുമോ ഗുരുദേവ? രാവണ, ലങ്ക കത്തിയമരും, നീയുമില്ലാതാകും. പക്ഷേ അത് തോൽവിയല്ല. ഞാൻ ശിവന്റെ ഉള്ളിൽ കണ്ട വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന അനേകം കാലചക്രങ്ങളിൽ ഒന്ന് മാത്രമാണിത്. നാളെ ഈ കഥ വീണ്ടും ലോകം പാടുമ്പോൾ നീ വീണ്ടും ജീവിക്കും. മരണത്തെ തോൽപ്പിക്കാൻ കഴിയുന്ന ആ മന്ത്രം എന്റെ കയ്യിലുള്ളിടത്തോളം നമ്മൾ തോൽക്കുന്നില്ല. ഹോമകുണ്ടത്തിൽ നിന്നും ഉയർന്ന പുകമറയ്ക്കുള്ളിലിരുന്ന് വരാനിരിക്കുന്ന യുഗങ്ങളെ നോക്കി ആ നിഴലുകളുടെ ആചാര്യൻ വീണ്ടും നിഗൂഢമായി പുഞ്ചിരിച്ചു.